ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിൽ, ആ വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെയൊരു നിലയാണ് എപ്പോഴും ഉള്ളത്. ഒരു വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ. ഇത് ബോധപൂർവം നിലനിർത്തുന്നതാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചാണോ അതോ കുട്ടിക്കാലത്ത് അമ്മയുടെ ആ ഒരു കരുതൽ അന്നത്തെ കുടുംബത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ചായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് അതിൽ. ഈ ചെറുപ്പത്തിൽ ധാരാളം ഈ മറ്റ് കഥകൾ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് വായന അറിയില്ലെങ്കിലും പഴയ തച്ചോളി പാട്ടൊക്കെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരുമായിരുന്നു. എന്നാൽ ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വലിയ മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ടത്. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പം എൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിൽ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്കൊരു പാട്ട് പാടണേ. പിന്നെ അത് അതെ അതെ ജാലവിദ്യ, മാജിക്. അതായത് ഒരു നൂലിന്മേലൊരു ചോക്ക് കിട്ടും, ചോക്കല്ലേ എഴുതുന്നത്. ആ ചോക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഈ നൂലങ്ങോട്ട് കത്തിക്കും. കത്തിയാലും ചോക്ക് വീഴില്ല. അപ്പൊ അതിന്റെ വിദ്യ എന്താന്ന് പറഞ്ഞാൽ ഈ നൂല് പലവട്ടം ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് കത്തിച്ചാൽ ആ ചാരം അങ്ങനെ തന്നെ നിൽക്കും, വീണു പോകാതെ, ചോക്ക് വീണു പോകാതെ നിൽക്കും. ഇതാണ് ഒരു ജാലവിദ്യ. മറ്റേ ഒരു കഥാപ്രസംഗം ഞാൻ നടത്തിയിരുന്നു. ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന, അദ്ദേഹത്തിൻ്റെ തലയിൽ നെറ്റിയിലൊരു ചെറിയ അതിൻ്റെ കായ വന്ന് വീഴുന്നു. അപ്പോൾ ഈ കായല്ല തെങ്ങിൻ്റെ തേങ്ങ പോലത്താണെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കാണിക്കുന്ന ഒരു കഥയായിരുന്നു അത്. ഓക്കെ, അപ്പം നമുക്ക് പാട്ട് ഇപ്പം വേണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാകാം അല്ലേ?